ഒരു രാജാവിന് സ്വന്തമായി ആൺകുട്ടികളില്ലെങ്കിൽ ആ രാജ്യം ബ്രിട്ടീഷുകാർക്ക് സ്വന്തം. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാം. എന്നാൽ ഇന്ത്യയിൽ ഇങ്ങനെയൊരു നിയമമുണ്ടായിരുന്നു. അതാണ് ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് അല്ലെങ്കിൽ ദത്തവകാശ നിരോധന നയം. 1848 ഇന്ത്യയിലെ അന്നത്തെ ഗവർണർ ജനറലായ ഡൽഹൌസി പ്രഭുവാണ് ഈ ക്രൂരമായ നിയമം കൊണ്ടുവന്നത്. ഈ നിയമപ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലുള്ള ഏതെങ്കിലും ഒരു ഇന്ത്യൻ രാജ്യത്തെ ഭരണാധികാരി സ്വാഭാവിക അവകാശികളില്ലാതെ, അതായത് ആൺമക്കളില്ലാതെ മരണപ്പെട്ടാൽ ആ രാജ്യം നേരിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഭാഗമാകും. ദത്തെടുക്കുന്ന കുട്ടികൾക്ക് രാജ്യാധികാരം നൽകാൻ ബ്രിട്ടീഷുകാർ സമ്മതിച്ചിരുന്നില്ല. ഈ നയം ഉപയോഗിച്ച് സത്താറ, നാഗ്പൂർ, സാമ്പൽപൂർ, ഉദയ്പൂർ, കൂടാതെ നമ്മുടെ വീരനായിക ഝാൻസി റാണിയുടെ ഝാൻസി എന്നിവയെല്ലാം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഈ അനീതിയാണ് പിന്നീട് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് വഴിമരുന്നിട്ട പ്രധാന കാരണങ്ങളിലൊന്ന്. തുടർന്ന് വന്ന വലിയ ജനരോക്ഷത്തെ തുടർന്ന് 1859 ബ്രിട്ടീഷുകാർക്ക് ഈ നിയമം പിൻവലിക്കേണ്ടി വന്നു. ചരിത്രത്തിലെ ഇതുപോലെയുള്ള രസകരമായ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.